തലസ്ഥാനത്ത് തിരുവനന്തപുരം സെൻട്രൽ ഒഴികെയുള്ള നിയമസഭാ സീറ്റുകളിൽ സിറ്റിംഗ് എംഎൽഎമാർ തന്നെ മത്സരിക്കും. ജില്ലയിലെ 14-ൽ 13-ലും ഇടതുമുന്നണിയുടെ എംഎൽഎമാരാണ് ഉണ്ടായിരുന്നത്. ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടതോടെ സീറ്റുകളുടെ എണ്ണം 12ആയി കുറഞ്ഞു. ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് വി ജോയ് വർക്കലയിൽ മത്സരിക്കേണ്ടതില്ലെന്ന അഭിപ്രായമുണ്ടെങ്കിലും മാറ്റത്തിന് സാധ്യത കുറവാണ്. പാറശാല മുതൽ ആറ്റിങ്ങൽ വരെ 14 നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ കോവളത്ത് എം വിൻസെന്റ് ഒഴികെ ബാക്കി 13 പേരും LDF എംഎൽഎമാരായിരുന്നു. തൊണ്ടിമുതൽ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെ ആന്റണി രാജു MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനായി. തെരഞ്ഞെടുപ്പിന് 2-3 മാസം മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രാഥമിക ചർച്ച 3 മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞു. വിജയസാധ്യതയെ ബാധിക്കാതിരിക്കാൻ 12ഇടത്തും സിറ്റിംഗ് MLAമാർ മത്സരിച്ചാൽ മതിയെന്നാണ് LDFിനുള്ളിൽ ധാരണ. പാറശാലയിൽ CK ഹരീന്ദ്രനും നെയ്യാറ്റിൻകരയിൽ R ആൻസലനും നെടുമങ്ങാട് GR അനിലും തന്നെ മത്സരിക്കും. ആറ്റിങ്ങലിൽ OS അംബികയും വാമനപുരത്ത് DK മുരളിയും വട്ടിയൂർക്കാവിൽ VK പ്രശാന്തും മത്സരിക്കും. കാട്ടാക്കട IB സതീഷ്, നേമത്ത് V ശിവൻകുട്ടി, കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ, അരുവിക്കര G സ്റ്റീഫൻ എന്നിവരായിരിക്കും സ്ഥാനാർത്ഥികൾ. ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് വി ജോയ് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന അഭിപ്രായം ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ സംസ്ഥാന നേതൃത്വം ആ നിലപാടിനോട് യോജിക്കുന്നില്ല. ചിറയൻകീഴ് V ശശിക്ക് പകരം പുതുമുഖത്തെയാണ് CPI ഇറക്കുക. തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുത്ത് അവിടെ ജനകീയനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആലോചന CPMൽ നടക്കുന്നുണ്ട്. സീറ്റ് വെച്ചുമാറുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. മീഡിയ 1, തിരുവനന്തപുരം.